അപ്പോൾ 2018 AMT ആണ്. 30 സംതിങ് ഓടിയിട്ടുണ്ട് അല്ലേ? 33,000 കിലോമീറ്റർ ഓടി. 5,60,60,000 നമ്മൾ റേറ്റ് വരുന്നത്. 60,000 ലാസ്റ്റ് റേറ്റ്. അതെ അതെ. ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം, മാക്സിമം നോക്കിയിട്ട് ചെയ്യാം, ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ അതെ. അടുത്തത് ഹോണ്ട ജാസ്. ഇത് 2022 ZX ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്, CVT ഓട്ടോമാറ്റിക് ആണ്. CVT 80 ആണല്ലേ? അതെ അതെ. പിന്നെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇൻഷുറൻസ് പുതിയതാണ്. പിന്നെ 7,95,000 രൂപയാണ് ഇതിന് വരുന്ന വില. 7,95,000. അതിൽ ഫുൾ കവർ ഇൻഷുറൻസും എല്ലാം എടുത്തിട്ടാണ് കൊടുക്കുക. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് മീൻചന്തയുള്ള ടാറ്റ റൊട്ടാന മോട്ടോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ടാറ്റ അഷ്വേർഡ് യൂസ്ഡ് കാർ സെക്ഷനിലാണ്. ഇവിടെ കുറച്ച് കളക്ഷൻസ്, പുതിയ യൂസ്ഡ് കാർസിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് മിസ്റ്റർ രഞ്ജു ആണ്. ബ്രോ, സ്വാഗതം വീഡിയോയിലേക്ക്. താങ്ക് യു. അപ്പോൾ നമുക്ക് ഏത് വണ്ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം? ഇത് 2013 ഐട്ടൺ സ്പോർട്സ് ആണ്. തേർഡ് ഓണർ ആണ്. 81,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 1,95,000 ആണ് നമ്മൾ ആസ്കിംഗ് റേറ്റ് വരുന്നത്. 1,90,000. ബാക്കി കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ? കണ്ടീഷനൊക്കെ നല്ല വണ്ടിയാണ്, നല്ല കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, എന്ത് പ്രശ്നങ്ങളൊന്നുമില്ല. റൈറ്റ്. അടുത്തത് KL 73 ബത്തേരി രജിസ്ട്രേഷൻ ഒരു വണ്ടിയാണ്. മാനുവൽ ആണ്, ടിയാഗോ അല്ലേ? ഡീറ്റെയിൽസ്. ഇത് 2021 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ജസ്റ്റ് 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 35,000. 4,75 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 30 ഓടിയിട്ടുള്ളൂ. സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല? ഇല്ല. ടയർ ലേശം കുറവുണ്ട്. ടയർ എത്ര പെർസെന്റേജ് ഉണ്ടാവും? ഒരു 30% അറേഞ്ച് ഉണ്ട്. അത്രയൊക്കെ ഉണ്ടാവും അല്ലേ? അതെ. അടുത്തത് 2021 ഓട്ടോമാറ്റിക് അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 30 ഓടിയിട്ടുള്ളത്. ഇത് ഏകദേശം സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. 4,80 ആ റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ. 4,45, 4,80 റേഞ്ച് വരുന്നുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ? മിററിന്റെ ടയർ കുറവുണ്ട്. ഈ മിററിന്റെ സാധനം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ സാധനം അത് നമ്മൾ ഡെലിവറിക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. ഇഷ്യൂസ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് ആണ്. മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ കിട്ടും. എത്ര പെർസെന്റ് ലോൺ? 80% ലോൺ കിട്ടും. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് 85-90% കിട്ടും. മാക്സിമം ലോൺ കൊടുക്കുക അല്ലേ? ഫുൾ ഗ്യാരണ്ടി വണ്ടിയാ? ഫുൾ ഗ്യാരണ്ടി. ഒരു ഇഷ്യൂ ഇല്ല. നമ്മൾ എത്രയെങ്കിലും ഒരു 1 മന്തോ അങ്ങനെ എന്തെങ്കിലും വാറണ്ടി കൊടുക്കുന്നുണ്ടോ? നമ്മള് 1 മാസത്തിനുള്ളിലൊക്കെ എന്തെങ്കിലും കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റെക്ടിഫൈ. പിന്നെ ടാറ്റയുടെ വണ്ടിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നതും കാര്യങ്ങളും. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ മാക്സിമം നോക്കിയിട്ടാണ് കൊടുക്കുക. കസ്റ്റമർ നമ്മൾ ഒരു 1 മന്തെങ്കിലും വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ? 1 മന്തിനുള്ളിലൊക്കെയാണ് നമ്മൾ എന്താ ഇഷ്യൂ ഉണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും, സർവീസ് ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ, റൈറ്റ്. അടുത്ത് ടാറ്റ പഞ്ച് ആണ്. എങ്ങനെയാ ഡീറ്റെയിൽസ്? പഞ്ച് മിഡിൽ ഓപ്ഷൻ ആണ്. അഡ്വഞ്ചർ എന്നുള്ള അഡ്വഞ്ചർ എന്നുള്ള വേരിയന്റ് ആണ്. ഏതാ ഇയർ? ഏതാ ഇത്? 2022 ആണ്. 22. സിംഗിൾ ഓണർ ആണോ? സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ. അവരെന്നെ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താണ്. പിന്നെ കിലോമീറ്റർ വന്ന് ജസ്റ്റ് 15,000 ഓടിയിട്ടുള്ളൂ വണ്ടി. 15,400 അങ്ങനെ എന്തോ ഓടിയിട്ടുള്ളൂ. അതെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സർവീസ് ഒക്കെ കറക്റ്റ് ആണ്. വണ്ടി ഓൾമോസ്റ്റ് ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. അത്രയും ഓട്ടം കുറവാണ്. 2022 വണ്ടിയാണ്. എത്രയാണ്? പിന്നെ ഇത് വന്നിട്ട് 5,75 ആണ് ചോദിക്കുന്നത്. 5,75. പെട്രോൾ അല്ലേ വണ്ടി? അല്ലേ, പെട്രോളാണ് വണ്ടി. പഞ്ചില് ഡീസൽ വന്നിട്ടില്ല. പെട്രോൾ CNG EV ഒക്കെ ഉള്ളൂ. ചില ആളുകൾ ഇങ്ങനെ കമന്റിൽ സംശയം ചോദിക്കുക, ഏതാ പിന്നെ പെട്രോൾ ആണോ ഡീസൽ ആണോ എന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയും. അടുത്തത് വയനാട് രജിസ്ട്രേഷൻ KL 76 വാഗനർ AMT ആണല്ലേ? ഇത് AMT ആണ്. 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ 58,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 5,40 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ്. വണ്ടി നല്ല കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എന്തെങ്കിലും ഇഷ്യൂസ്? റീപ്ലേസ്മെന്റ് കാര്യമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ ലേശം കുറവുണ്ട്. പക്ഷേ ബോഡിയിൽ സൈഡിൽ ചെറിയൊരു ഇതുണ്ടല്ലേ? ചെറിയ അതിന്റെ ഒരു ഫ്ലാപ്പിന്റെ അതാണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല? വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ 1 മന്ത് വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സർവീസ് ചെയ്ത് തരുമല്ലോ? 1 മാസത്തിനുള്ളിലൊക്കെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യും. നമ്മൾ ടാറ്റ വണ്ടിയൊക്കെയാണ് കാര്യമായിട്ട് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. മാരുതി വണ്ടികളൊക്കെ നമ്മൾ ആസ് ഇറ്റ് ഈസ് കണ്ടീഷനിലാണ് കൊടുക്കുക. നമ്മൾ എടുത്ത അതിൽ തന്നെ ഏകദേശം ഒരു ഡീലർ പ്രൈസിന് തന്നെയാണ് വണ്ടികളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വണ്ടി വേറെ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് വണ്ടി കുറവായിരിക്കും കിട്ടാൻ മാർക്കറ്റിൽ. പ്രൈസ് എത്രയാ പറഞ്ഞത് ലാസ്റ്റ്? 5,40 വാഗനർ അല്ലേ? വയനാട് രജിസ്ട്രേഷൻ. ഓക്കെ. അങ്ങനെ സെലേറിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2017 വണ്ടിയാണ്. VXI മാനുവൽ ആണ്. VXI ആണ് മാനുവൽ. സിംഗിൾ ഓണർഷിപ്പ്. 74,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 3,40,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്. ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? വേറെ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കലി കുഴപ്പങ്ങളൊന്നുമില്ല.
AC കാര്യങ്ങളൊക്കെ പ്രോപ്പർ വർക്കിംഗ് ആണ്. അപ്പൊ കസ്റ്റമേഴ്സ് വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലേ? ഓ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കൊടുക്കുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കും അല്ലേ? എവിടെയും വർക്ക്ഷോപ്പിൽ എവിടെയും കാണിക്കണമെങ്കിലൊക്കെ കാണിക്കാം. അങ്ങനെയും ചെയ്യാം അല്ലേ? ആരെ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കാണിക്കാം. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും. അടുത്തത് ഹോണ്ട ജാസ്. ഇത് 2022 ZX ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. CVT ഓട്ടോമാറ്റിക് ആണ്. CVT 80 ആണല്ലേ? അതെ. പിന്നെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇൻഷുറൻസ് പുതിയതാണ്. പിന്നെ 7,95,000 രൂപയാണ് ഇതിന് വരുന്ന വില. 7,95,000. അതിൽ ഫുൾ കവർ ഇൻഷുറൻസും എല്ലാം എടുത്തിട്ടാണ് കൊടുക്കുക. ഫുൾ കവർ ഇൻഷുറൻസും കൊടുക്കും അഡീഷണൽ ഇല്ലേ? അതെ. വണ്ടി നമ്മൾ സർവീസ് ഹിസ്റ്ററി ഒക്കെ എടുത്താണ്. വേറെ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. CVT ആയതുകൊണ്ട് അതിന്റെ ഒരു ട്രാൻസ്മിഷൻ സ്മൂത്ത്നെസ്സും ഉണ്ടാവും. ലാഗ് അടിക്കാൻ വലിയ കുഴപ്പമില്ല അല്ലേ? അതെ. പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, റൈറ്റ്. അടുത്തത് ഇരിട്ടി രജിസ്ട്രേഷനുള്ള ഒരു നെക്സോൺ ആണ്. എന്താ ഡീറ്റെയിൽസ്? ഇത് 2020 പെട്രോൾ ഫുൾ ഓപ്ഷൻ ആണ്. XZ+ ആണ്. കിലോമീറ്റർ 94,000 ഓടിയത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റേറ്റ് വന്നിട്ട് 6,25,000 രൂപ. 6,25,000. സർവീസ് ഒക്കെ കറക്റ്റ് ആണ്. മാനുവൽ ആണ്. മാനുവലിൽ ഫുൾ ഓപ്ഷൻ ആണ്. XZ+ ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ എങ്ങനെയാ? എത്രയുണ്ട് ഏകദേശം? ടയർ ഒരു 20-30% ഉണ്ട്. 30% ലെഫ്റ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല. നല്ല വണ്ടിയാണ്. എങ്ങനെയാണ് പ്രൈസിന്റെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഡീലിംഗ്? പ്രൈസ് 6,25 വരുന്നു. 6,25. പുതിയ എത്ര വരുന്നത്? BS6 വണ്ടിയാണ്. പുതിയ വണ്ടി 12 റുപ്യേന്റെ അടുത്ത് ആ റേഞ്ചൊക്കെ വരും. ഓക്കെ. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ വണ്ടികളും പെട്രോൾ വണ്ടികളാണ്. ചില കമന്റിൽ ചോദിക്കാറുണ്ട് പെട്രോൾ ആണോ ഡീസൽ ആണോ പറഞ്ഞില്ല എന്ന്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. എല്ലാം പെട്രോൾ വണ്ടികളാണ്. അടുത്ത ഒരു തിരൂർ രജിസ്ട്രേഷൻ വരുന്ന ഹുണ്ടായ് വെർണ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2012 ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ് ഇത് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. AMT ആണോ? അതെ. പിന്നെ 1,60,000 ആണ് ഓടിയിട്ടുള്ളത്. 1,60,000. പിന്നെ 2,70,000 നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരും. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി നല്ല സ്മൂത്ത് ആണ് ഓടിക്കാൻ. അങ്ങനത്തെ കുഴപ്പങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതെ. അപ്പൊ നമ്മൾ കാണിച്ച വണ്ടികള് ഒരു ഡീസൽ വണ്ടിയാണ്. ഇത് മാത്രമാണ് ഡീസൽ വണ്ടി? ഡീസലാണ്. ഓട്ടോമാറ്റിക്കും ആണ്. പിന്നെ സെഡാൻ ടൈപ്പ് ആണ്. ഉള്ളതിൽ സെഡാൻ ആകുള്ള വണ്ടിയാണത്. സെഡാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം. നല്ല സുഖമാണ്. എത്ര റേറ്റ് പറഞ്ഞു ഒന്നോട് പറയൂ? 2,70,000. 2,70,000. മോഡൽ ഏതായിരുന്നു? 2012 വണ്ടിയാണ്. 2012 AMT ഓട്ടോമാറ്റിക് വണ്ടി. 1,60,000 ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ വാടകര രജിസ്ട്രേഷനുള്ള നെക്സോണിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? നെക്സോൺ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണിത്. പിന്നെ 2018 ഇയർ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വെറും 33,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് വന്നിട്ട് 5,60,000 രൂപയാണ് റേറ്റ് വരുന്നത്. 5,60,000. അതെ. അപ്പൊ 2018 AMT ആണ്. 30-something ഓടിയിട്ടുണ്ട് അല്ലേ? 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 5,60,000 നമ്മൾ റേറ്റ് വരുന്നത്. 60,000 ലാസ്റ്റ് റേറ്റ്. അതെ. ഇതില് നിങ്ങൾ എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. മാക്സിമം നോക്കിയിട്ട് ചെയ്യാം. ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ. ഓക്കെ. അടുത്തൊരു സെലേറിയ കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഒരു ഡിഫറെന്റ് യെല്ലോ കളർ അല്ലേ? ഒരു ഗോൾഡൻ യെല്ലോ, ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. 2014 മോഡലാണ്. കിലോമീറ്റർ വന്ന് ജസ്റ്റ് 80,000 ഓടിയിട്ടുള്ളൂ. പിന്നെ മാനുവൽ ആണ്. അതെ. 2,40,000 ആണ് റേറ്റ് ചോദിക്കുന്നത്. 2,40,000. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് അല്ലറ ചില്ലറ പെയിന്റിങ് ചെയ്യാനുണ്ട്. എടുക്കുന്ന ഇതാണ്. ടയർ കാര്യമായിട്ട് റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. 4 ടയറും നല്ല കണ്ടീഷനാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. പിന്നെ അതൊരു അട്രാക്റ്റീവ് കളറാണത്. ഇങ്ങനത്തെ ഒരു കളർ വെറൈറ്റി ആളുകൾക്ക് ഇഷ്ടപ്പെടും. അതെ. അപ്പൊ 2014 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അതെ. ഓക്കെ. 2,40,000 ആണ് സെലേറിയോ കോഴിക്കോട് രജിസ്ട്രേഷൻ. ഓക്കെ. അഗൈൻ കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി ഡിസയർ VXI ആണ്. VXI പെട്രോൾ മാനുവൽ ആണിത്. 2017 ആണ് ഇയർ വരുന്നത്. ജസ്റ്റ് 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 5,35,000 രൂപയാണ് നമ്മൾ ലാസ്റ്റ് ചോദിക്കുന്നത്. 2017. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. സർവീസ് ഒക്കെ കറക്റ്റ് ആണ്. ഒരു ചില്ലറ ഒരു സ്ക്രാച്ച് ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ കാരണം റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കും. ഇതിപ്പോ നമ്മൾ സോഴ്സ് ചെയ്ത് അതേമാതിരിയാണ് വണ്ടി ഉള്ളത്. പക്ഷെ നമ്മളെല്ലാം വാഷിംഗ് ഇന്റീരിയർ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. ലോണും കാര്യങ്ങളൊക്കെ ലോൺ ഇതിന് മാക്സിമം കിട്ടും 85%. നമ്മൾ എല്ലാ വണ്ടിക്കും ലോൺ കിട്ടുന്ന വണ്ടികളാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത്. അതിൽ 80% വരെ കിട്ടും. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് കൂടാം. IT ഒക്കെ അടയ്ക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ കുറച്ചുകൂടി ലോണ് കിട്ടും. കസ്റ്റമറിന്റെ ഏത് വണ്ടി ആയാലും അങ്ങനെ.
അതെ അതെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ലോൺ ചെയ്ത് കൊടുക്കും. ഇത് അപ്പൊ അടുത്തത് വാഗനർ ആണ്. KL 18 വടകര രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ 68,000 ഓടി. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. വാഗനർ VXI ആണ്. VXI ആണല്ലേ? അതെ അതെ, ഗ്രേ കളർ ആണ്. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഫ്രണ്ട് 2 ടയറും നല്ല പുതിയതാണ്. ബാക്ക് ടയർ ആവറേജ് ഉണ്ട്. പിന്നെ സർവീസ് ഒക്കെ നല്ല പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത് വരുന്നിട്ട് 3,25,000 ആണ് നമ്മൾ റേറ്റ്. 3,25,000. എത്ര കിലോമീറ്റേഴ്സ് ഓടിയ? 68 ഓടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പൊ ഏതെങ്കിലും വണ്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ട് ഒന്ന് എൻകറേജ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ഇനിയും കാണാം. ബൈ.